ഇവരുടെ പെരുമാറ്റം കണ്ട ഇവര് വിവാഹം കഴിച്ചതാണെന്ന് തോന്നുകയില്ല. ഇപ്പൊ കുറെ പ്രാവശ്യമായി എനിക്ക് ഈ സംശയം തോന്നുന്നു. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്നറിയണം. ഈ പൃഥ്വി എന്താ അമ്മ ഇങ്ങനെ? നിന്റെ കെട്ടിയോൻ എപ്പോഴും ഇങ്ങനെയാ. ആ പൂർണിമ തല്ലിയാലും കൊന്നാലും അവള് വന്ന് 2 പഞ്ചാര വർത്തമാനം പറഞ്ഞ അവൻ അവളുടെ പിറകെ പോവും. സത്യത്തിലെ പൃഥ്വി ഒരു പൊട്ടനാ. അല്ലെങ്കിൽ പൂർണിമ ചേച്ചിയുടെ അഭിനയത്തിലൊക്കെ പൃഥ്വി വീഴുവോ? എനിക്ക് തോന്നുന്നത് ചേച്ചി പൃഥ്വിയോട് കാണിക്കുന്ന ഈ സ്നേഹമൊക്കെ വെറുതെയാ. എല്ലാം വെറുതെ പറ്റിക്കുന്നതാ. എത്ര നാളിങ്ങനെ പറ്റിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം പൃഥ്വി ഇവളുടെ സ്നേഹം നാടകമാണെന്ന് മനസ്സിലാക്കും. ഇല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിക്കും. അതെന്തായാലും വേണോ അമ്മേ? അമ്മയുടെ കൂടെ എന്തിനും ഞാനുണ്ട്. മോനെ, ഞാനത് അറിയാതെ. മോനെ, മോനെ, കിരൺ. കിരണിത് എവിടെയായിരുന്നു? ഞാൻ കുറച്ചു സമയം പുറത്ത് നിൽക്കുമായിരുന്നു. നല്ല നില ഉണ്ടായിരുന്നു പുറത്ത്. മനസ്സിനൊരു സുഖമില്ല ദുർഗെ. ആകെ ഒരു ഭാരം പോലെ. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കും നിലാവത്ത് പോയി നിന്നതല്ലേ? ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഓരോ മനുഷ്യനിലും ഉണ്ടെന്നാ പറയുന്നത്. നമ്മുടെ ബുദ്ധി സൂര്യന്റെ അംശമാണെങ്കിൽ മനസ്സ് ചന്ദ്രനാണെന്ന് പറയും. മനസ്സിന് വിഷമമുള്ളപ്പോ നിലാവ് കാണുന്നത് സങ്കടം കുറയ്ക്കുമെന്ന് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ സങ്കടങ്ങൾ മാറ്റാൻ നിലാവിനും കഴിയില്ല ദുർഗെ. കിരൺ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? താൻ നോക്കിയോ, എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എന്റെ സ്വന്തക്കാരാ. എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാ. പക്ഷേ എനിക്ക് അവരാരുമില്ല. അവർക്കാർക്കും എന്നെയും വേണ്ട. കിരണിന്റെ കാര്യത്തിലും അവർക്കാർക്കും സത്യം എന്താണെന്ന് അറിയില്ല എന്നൊരു എക്സ്ക്യൂസ് എങ്കിലും ഉണ്ട്. പക്ഷെ എന്റെ അവസ്ഥയോ? എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ എന്നെ ആർക്കും വേണ്ട. നമ്മള് തുല്യ ദുഃഖിതരാ കിരൺ. താൻ അതൊക്കെ ഓർത്ത് വിഷമിക്കണ്ട. ഇയാളുടെ ഒപ്പമൊന്നും ഞാനുണ്ടാവും. ഒരിക്കലും ജീവിതത്തിൽ ഒറ്റപ്പെടാതെ തനിക്ക് കൂട്ടായി തൻ്റെ ഒപ്പം ഞാനുണ്ടാവും ദുർഗെ. കിരൺ എന്താ ഉദ്ദേശിച്ചത്? അത് നമ്മൾ തമ്മിൽ ഒരിക്കലും പിരിയാതെ ഇതുപോലെ എന്നും ഒന്നിച്ചുണ്ടാവുമെന്ന്. ഇത് തന്നെ ഞാനും പറയാൻ വന്നേ. ഒരിക്കലും കിരണിന് ആരും ഇല്ലാന്ന് പറഞ്ഞ് കിരൺ വിഷമിക്കരുത്. ആരുടെ മുന്നിലും കിരൺ തല കുനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കിരണിനൊരു സങ്കടം ഉണ്ടാവാനും ഞാൻ സമ്മതിക്കില്ല. കിരണിന് എന്നും കൂട്ടായി ഞാനുണ്ടാവും. ഒരിക്കലും പിരിയാത്ത ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും നമ്മൾ.
അല്ലേടോ? അതെ. കിരൺ, ദുർഗ. ആ ചേച്ചി, നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? ഇല്ല, വെറുതെ ഓരോന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. നിങ്ങളുടെ റൂമിൽ ലൈറ്റ് കിടക്കുന്ന കണ്ടിട്ട് ഞാൻ വന്നതാ. നേരെ ഒരുപാടായി, കിടന്നുറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ പോവാ ചേച്ചി. ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ. ഗുഡ് നൈറ്റ്. ഇവരുടെ പെരുമാറ്റം കണ്ട ഇവര് വിവാഹം കഴിച്ചതാണെന്ന് തോന്നുകയില്ല. ഇപ്പൊ കുറെ പ്രാവശ്യമായി എനിക്ക് ഈ സംശയം തോന്നുന്നു. ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോന്ന് അറിയണം. പൃഥ്വി, പൃഥ്വി, കോൾ എടുത്തിട്ട് പൃഥ്വി വാഷ്റൂമിലാണെന്ന് പറയാം. ശ്ശോ. ആ. ശ്ശേ. എന്താ നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര താമസം? നീ കുറച്ചു നാളായി അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയിട്ട്. ചെയ്യുന്ന ജോലിയിലും ഉത്തരവാദിത്വമില്ല. സമയത്ത് റെസ്പോണ്ട് ചെയ്യാനും വയ്യ. നീ ആരാന്ന് നിന്റെ വിചാരം? താൻ ആരാന്നോട് തന്റെ വിചാരം? താൻ വിളിക്കുമ്പോ ഇതിനോട് പൃഥ്വി ഫോൺ എടുക്കുന്നേ? ഒരു കോള് ചെയ്താൽ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും അറിയാത്ത താനൊക്കെ എന്ത് മനുഷ്യനാ? ഏതാണ് ഈ മേനോൻ? ഞാൻ കോൾ എടുത്ത ഉടനെ അവൻ പൃഥ്വി വഴക്ക് പറയാൻ തുടങ്ങി. മരത്തലേ കഴുത. 10 പൈസയുടെ ബുദ്ധി ഉണ്ടാവില്ല. ഹലോ സാർ. ഹലോ. സോറി, ഞാൻ വാഷ്റൂമിലായിരുന്നു. വൈഫാ ഫോൺ എടുത്തത്. എനിക്ക് മനസ്സിലായി. ഇതൊക്കെയാണ് നിന്നോടൊക്കെ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഇതൊക്കെ വലിയ തലവേദനയാണെന്നേ. ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ ഇന്ന് നേരിട്ടൊന്ന് കാണണം. പുതിയ ഡീലിന്റെ കാര്യം സംസാരിക്കാനാ. ഞാൻ വന്നോളാം സാർ. ശരി, എപ്പോ എവിടെ വരണമെന്ന് ഞാൻ അറിയിക്കാം. ശരി. ഫോൺ ഭാര്യയുടെ കൈ കൊടുത്തിട്ട് എവിടെയെങ്കിലും വായി നോക്കി നടക്കരുത്. ഇല്ല സാർ. പിന്നെ അവളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയണം. ഞാൻ ആരാണെന്ന് നമുക്ക് അറിയില്ല. കൊന്ന് കടലിലെ മീനുകൾക്ക് എറിഞ്ഞു കൊടുക്കും ഞാൻ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചോളാം.